നമ്മുടെ മഞ്ഞൾ നട്ടടുത്തെല്ലാം ഇപ്രാവശ്യം താള് കണ്ടു. താള് ഇതാണ് താള്. ഇത് കാണാത്തവരുണ്ടാവുമല്ലോ. ചേമ്പല്ല, നമ്മളിങ്ങനെ പറയും കാട്ടുതാള് എന്നാണ്. ഇങ്ങനെ മുളക്കുന്നത്, വെറുതെ മുളക്കുന്നത്, കൃഷി ചെയ്യാണ്ട് മുളക്കുന്നത്. ഇത് നല്ലതാണ് ഈ സമയത്തെല്ലാം കറിയാക്കാൻ. താളം തകരാൻ മീനിയാനായിട്ട് ഇട്ടില്ലേ. താളം തകരി എന്ന് പറഞ്ഞാൽ ഈ മഴക്കാലത്ത് ഏറ്റവും നല്ല കറിയാണ്. ഉണ്ടല്ലേ, നമ്മളെല്ലാം പഴയ എപ്പോഴും ഇത് മാത്രമാണ് നമ്മളെ കറി. ഈ സമയമെല്ലാം ആകുമ്പോൾ ഒന്നും പുറത്തുനിന്ന് വാങ്ങില്ല. ഇത് റോഡ് സൈഡിനോ എല്ലാം ഉണ്ടാവും. ഇത് എല്ലാ നാട്ടിലും ഇത് ഉണ്ട് എന്നാണ് തോന്നുന്നത്. കണ്ടില്ലേ, നിറച്ചുണ്ട്. എല്ലാം ഉണ്ട്, ഇട നോക്കിയാലും ഇതുണ്ട്. പിന്നെ അത് കാട്ടുചേനുണ്ടോ. ഈ കാട്ടുചേന കൊണ്ട് കളി നമുക്കാവില്ല. എന്നാ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയുന്നവർ പറഞ്ഞു തരണം. കാട്ടുചേന ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇതാകണ്ട ഇപ്പറെല്ലാം ഇവിടെ എല്ലാം അതേ ഇല്ല കാട്ടുകൾ. ഇപ്രാവശ്യം ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നമ്മളെ ഇതില്ലേ, പിന്നെ സാമ്പാർ ചീര അതെല്ലാം ഇതാണ്ട. ഈ നല്ല മഴയത്തൊന്നും അത് നിൽക്കില്ല. അപ്പുറമെല്ലാം ഉണ്ട്, ഇവിടെയൊന്നും ഇല്ല. അതാ എല്ലാം മുളക്കുന്നുണ്ട്. ആദ്യം മഴ കുറയുമ്പോൾ എല്ലാം അതുപോലെ വരും. ഇത് കണ്ട കാട്ടുകാല 2 തരം ഉണ്ട്. ഈ ചുവപ്പ് കളറുള്ളത് ഇത് ഞാനങ്ങനെ വെക്കില്ല. ഇതെന്ന് പറഞ്ഞാൽ മുമ്പേ പുല്ലരിയാൻ പോയവരങ്ങ് കണ്ടത്തിലെല്ലാം കണ്ടിട്ട് ഒരു പ്രാവശ്യം ഞാനിത് പറിച്ച് കറിയാക്കി നല്ലോണം ചൊറിയുന്നുണ്ട്. എല്ലാ വെയിലായതുകൊണ്ടോന്ന് പറയാൻ കഴിയില്ല. ഒരു പ്രാവശ്യം ഞാനത് വെച്ചിട്ട് മറ്റന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ആ ചോറിനോട് പിന്നെ ഞാൻ നിർത്തിയിട്ട് ഇതുണ്ടാ നല്ലതാണ്. ഇത്ര പെട്ടെന്നായതെല്ലാം കയറിപ്പോയത് അറിയാം. പെട്ടെന്ന് ഇറങ്ങലേ ഇല്ല. ഇപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഉണ്ടായത്. ഉണ്ടല്ല, ഇത് രാവിലെ എണീച്ചപാട് കണ്ടു കറി. കപ്പൊക്കെ ഉണ്ടാവും ഇഷ്ടം പോലെ. അന്നേരം കപ്പക്കയും ഈ താളുമ്പോഴും ഞങ്ങൾക്ക് അതെല്ലാം പറയാം. കുറച്ച് ഇത് കണ്ടില്ലേ. എന്തായാലും എന്താ മാങ്ങയിഞ്ചി അതാണെങ്കിൽ വളപ്പ് നിറയെ ഉണ്ട്. മാങ്ങയിഞ്ചി അതൊന്നും ഉപയോഗിക്കാതെ കൊണ്ട് അടയടയായി ഇങ്ങനെ ചാടിയിട്ട് ഇതാണ്ട് സാമ്പാർ ചീര നിറയെ ഉണ്ട്. പക്ഷേ ഇങ്ങനെയൊന്നെല്ലാം ഉണ്ടായിന്. അന്നേരം നല്ലോണം ഞാൻ കാണിച്ചു തന്നിട്ടേ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നത്. മരമൊന്നും മുറിച്ച് കൊണ്ടുപോയിട്ടുമില്ല. മഴയായില്ലേ, കപ്പ് വൃത്തിയാക്കണമെങ്കിൽ ഇനി അല്ലേ വൃത്തിയാണ്. എവിടെ ഇറങ്ങലേ ഇല്ല. അല്ലേ ആ ഇടിമുട്ടുമ്പോൾ പൂ പിടിക്കുന്ന ചോന്ന് പൂ പിടിക്കുന്ന ചെടിയുണ്ട്. പൂവുണ്ട് അവിടെ എല്ലാം എന്തല്ലോ ആയിട്ടായില്ല കാട് കയറിയിട്ട്. ഉണ്ടല്ലേ, നമ്മളന്ന് ചാക്കിൽ നട്ടെ ചേമ്പ് നമ്മൾ നാടൻ താള് അത് നല്ല ഉഷാറായിട്ടുണ്ട്. അത് നടാൻ കുറച്ചുണ്ടായിന്, ഒന്നും നടാനും പറ്റിയില്ല. പൊട്ടാത്തപ്പോലെങ്കിലും ആയില്ലേ. ഇതെല്ലാം വേണ്ട നടക്കുന്നുണ്ട്. കാട്ടുചേന ഉണ്ട്. കാട്ടുചേന ഇഷ്ടം പോലെ ഈ വളപ്പിലുണ്ട്. അതിൻ്റെ ഒരുപാടുണ്ടാവും. ചേനയും ഉണ്ടാവും, അതിൻ്റെ തണ്ടും. എനിക്ക് പേടിയാണത്. എന്തെങ്കിലും ആയെങ്കിൽ ചൊറിയാൻ മറ്റും ചെയ്തെങ്കിൽ നമുക്കത് പറ്റുകയില്ലല്ലോ. ഇല്ലേ, താള് കണ്ട് കാട്ടുകാൾ കാണിച്ചു തന്നില്ലേ ഞാൻ. അതാണ് കാട്ടുകാൾ. കണ്ടല്ലേ, പഴയ കാലത്തെല്ലാം ഒരുപാട് കഥ പറയാനുണ്ട്. ഇപ്പോൾ ഒന്നും കഥ പറയാനും ആളില്ല. പഴയ ആളുണ്ടാ. നമുക്ക് മുമ്പേ ഇല്ലവരെല്ലാം പിന്നെ താളും തകരെന്ന് പറഞ്ഞാൽ അത് മാത്രമല്ലേ ഈ കറി വെക്കൂലൂ. വീട്ടിൽ അമ്മ ഉണ്ടാക്കിയതും. ഇപ്പോൾ ഇത് നമുക്ക് ഇല്ലാത്തവരെന്താക്കുന്നു പറഞ്ഞാൽ കിഴക്ക് പോകും. ഇവിടുന്ന് കിഴക്കോട്ട് കിഴക്ക് പോകുന്നാണ് പറയൽ. മേലം പുല്ലെല്ലാം അരിയാൻ പോകുന്ന ചീമേനി ആ ഭാഗം എല്ലാം പോയിട്ട് ഇഷ്ടം പോലെ ഇങ്ങനെ തരച്ചമടായിട്ട് കൊണ്ടുവരും. താളം തകരയെല്ലാം അങ്ങോട്ട് ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ ഈ പാറസ്ഥലത്തെല്ലാം. അതെല്ലാം കൊണ്ടുവന്ന് അന്ന് ഇല്ലവരെല്ലാം ആരോഗ്യം കാണുന്നില്ലേ. പഴയ ആളെല്ലാം ആരോഗ്യം ഇതെല്ലാം കഴിച്ചിട്ടാണ്. നമുക്കിപ്പോൾ ഇത് ഏടിയുണ്ടെങ്കിൽ നമ്മൾ അതിനെ നോക്കും കൂടെ ചെയ്യില്ല. പണ്ടില്ലവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അവരെ വീട്ടിലെന്നായില്ലത് അത് മറ്റ് അടുത്തടുത്ത വീടുകളിൽ കൊടുക്കും. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. കപ്പൊക്കെ ഉണ്ടെങ്കിൽ താളുമ്പോൾ അപ്പുറത്ത് വിട്ട് പോയി മണിക്കും. അതുപോലെ എന്നായില്ല വെച്ചാൽ കാമ്പോ കണ്ടാന്ന് പറയും നമ്മൾ. ഈ വാഴച്ചുണ്ട് പിന്നെ അടിയിൽ നിന്ന് കിളക്കുന്ന നേന്ത്രവാഴയെല്ലാം വെച്ചാൽ അതിൻ്റെ അടിയിൽ നിന്ന് കിളച്ച് കിട്ടുന്ന കണ്ടയുണ്ടല്ലോ. കന്ന് കഴിഞ്ഞാൽ പിന്നെ കണ്ടയുണ്ടാവും ചെറിയ ചെറിയ. അതെല്ലാം അന്നെല്ലാം വലിയ വലിയ വിലപ്പെട്ടതാണ്. കണ്ട കിട്ടിയാൽ പിന്നെ അന്ന് കഴിഞ്ഞു. അത്ര നല്ലൊരു ഇതാണ് കണ്ടയെല്ലാം. പിന്നെ കാമ്പ് ആദ്യം കൂമ്പായി, പിന്നെ കാമ്പായി, പിന്നെ കായും ഉണ്ടല്ലോ.
അതെല്ലാം തന്നെ ആയി കറി. ഓരോ വീട്ടിലും ഒരു 10 വാഴയെങ്കിലും ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല അന്നില്ല. കുഞ്ഞൊക്കെ നിന്നിട്ട് ആര് പോണോ കാര്യമോ ഒന്നുമില്ലല്ലോ. ഇല എടുക്കാനാകുമ്പം ഇല എടുക്കാൻ തുടങ്ങും കുഞ്ഞുങ്ങൾ. അങ്ങനെ ശീലിപ്പിക്കും. അന്നത്തെ കാരണന്മാരെല്ലാം അങ്ങനെയല്ലേ. പിന്നെ പച്ചക്കറി നടലും വെള്ളരിക്കലും കപ്പ നടലും എവിടെയെങ്കിലും ഒരു സ്ഥലം നമുക്കില്ലെങ്കിൽ നമ്മൾ വേറെ ആളെടുത്ത് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലം വാങ്ങിയിട്ട് ആളെ നട്ട് അങ്ങനെ ക്ഷാമമില്ലാണ്ട് നമ്മ ഉണ്ടാക്കിയത് തന്നെ എല്ലാം കഴിക്കുന്നതല്ലേ. ഇപ്പോൾ അല്ലേ ആരും ഒന്നും ഉണ്ടാക്കില്ല. ഒരു സമയം വെറുതെ കളഞ്ഞ് നമ്മളെ പിന്നെ വീട്ടുമുറ്റത്ത് തന്നെ എന്തെങ്കിലും ചാക്കോ എന്തെങ്കിലും എടുത്ത് നമുക്ക് വേണ്ടുന്ന എന്തെങ്കിലും ഒരു 5 6 മിനിറ്റ് ഓരോന്നും വെണ്ടക്ക തക്കാളി നമുക്ക് പറ്റുന്നത് എന്തെന്നൊന്നുമില്ല. പയറോ അങ്ങനെയെല്ലാം നട്ടാൽ നമുക്ക് തന്നെയല്ലേ. ഈ വിഷം വാങ്ങിയിട്ട് വെറും എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ അമ്മ ഈ വിഷം വാങ്ങി തിന്നുന്നത്. അവർ വെറും വിഷത്തിൽ മുക്കിയും എടുക്കുകയെന്ന്. അവരെ വിഷത്തിലൊന്ന് മുക്കിയാൽ എത്ര വാടിപ്പോയതും കാണുന്നില്ല തളിർക്കുന്നത്. ആ നല്ല നോക്കിയിട്ടല്ലേ നമ്മൾ വാങ്ങുന്നത്. ആ തളിർത്ത് നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ അതിന് അത്രയും വിഷമാണ്. പറ്റുന്നവരെല്ലാം എങ്ങനെയെങ്കിലും ആയിട്ടും പിന്നെ നമ്മളെല്ലാം പോലെ ഇടയിലും ഇല്ലവർക്കെല്ലാം വളപ്പുകൾ തന്നെ ഉണ്ടാവുമെന്ന് നടന്നാൽ നമുക്ക് കറി വെക്കേണ്ട സാധനം കിട്ടും. നമുക്കെല്ലാം ഇതെല്ലാം പറയുമ്പോൾ തന്നെ എന്തെല്ലോ ഒരു വിഷമാവുന്നു. പണ്ട് കാലത്ത് നമ്മളെല്ലാം ഇവിടെ വരുമ്പോൾ ഇല്ല സമയം ഇവിടെ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് കാർഡും അങ്ങനെയെല്ലാം ഉണ്ടായി. നമ്മളിത് എന്നാ പറയേണ്ടത്, ആണുങ്ങൾ എടുക്കുന്നതും പെണ്ണുങ്ങൾ ഏതെന്നൊന്നുമില്ല. കൈക്കോട്ട് വേണം കൈക്കോട്ട് എടുക്കും, കത്തിയാളെടുക്കും. അതുപോലെ ഏതെന്നൊന്നുമില്ല. എല്ലാ പണിയും നമ്മൾ എടുക്കും. അങ്ങനെ എടുത്തെടുത്ത് തന്നെ ഇപ്പോൾ ഇങ്ങനെയെല്ലാം ആയിപ്പോയത്. എന്നാലും നമ്മൾ ഒരു 5 മിനിറ്റ് പോലും വെറുതെ കളയില്ല. വെഡിങ് വെറുതെ പോയിരുന്ന് സമയം തേക്കും അങ്ങനെയൊന്നുമില്ല. ഇല്ല സമയമല്ല 2 3 മണിക്കൂർ ആകെ ഉറങ്ങും. ആ ഉറങ്ങുന്ന സമയമല്ലാതെ വേറെ ഒന്നും വെറുതെ കളയില്ല. അങ്ങനെ ഉണ്ടായി. ഈ വളപ്പൊന്നും എവിടെയും ഇങ്ങനെ കാല് കുത്താൻ കഴിയില്ല. അങ്ങനെ ഉണ്ടായിനി. ഇങ്ങനെ കിഴങ്ങെല്ലാം എല്ലാം ഇപ്പം ഈ അപ്പുറത്തെ വീടുണ്ടാകുമ്പോൾ പിന്നെ അടയായി ഇത് കിട്ടുമ്പോൾ എല്ലാം മുറിച്ചു. കിഴങ്ങ് മുറിക്കാണ്ട് ഇവിടെ സ്ഥലം നിറച്ച് തിങ്ങിയിട്ടുണ്ടായിന് കിഴങ്ങെല്ലാം. അങ്ങനെ ഉണ്ടായ സ്ഥലമാണ് ഇതെല്ലാം. ഇപ്പോൾ പിന്നെ ഇല്ലത് പണിയെടുക്കാൻ നേരമാണ് കയ്യാണ്ടുമായി. അല്ല കിഴങ്ങെല്ലാം ഇപ്പം ഇവിടെയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ചെല്ലാം. നോക്കാൻ കഴിയാണ്ട് പിന്നെ ഇങ്ങനെ ആക്കിയിട്ടും കാര്യമില്ലല്ലോ. ഇപ്പം മരമെല്ലാം മുറിച്ചിട്ടുണ്ടെല്ലാം വെച്ച് കൊടുക്കണം. ഇനിയൊന്നും എല്ലാം തളിർക്കണം. അപ്പോൾ കയ്യാണ്ട് ആവുന്നല്ല. എന്നാലും നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ചെണീറ്റ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പണി ആരെങ്കിലും കൂട്ടിയിട്ടെങ്കിലും എടുക്കാമല്ലോ. അങ്ങനെ അപ്പോൾ നമുക്കിപ്പോൾ ഇലക്കറി എന്ന് പറഞ്ഞാൽ എല്ലാം പുറത്തുനിന്ന് നമുക്ക് പിന്നെ ഒരു രോഗവും വരാത്തതാണ് ഈ ചൊറിൻ്റെ കൊടുത്താന്ന് പറഞ്ഞില്ലേ. അത് പൊന്നാങ്കണ്ണി ഇതൊന്നും ആർക്കും തിന്നാലും ഒരു അസുഖവും വരാത്ത സാധനമാണ്. ചില സാധനം ഇങ്ങനെ പറ്റാത്തവരുണ്ട്. പിന്നെ പയറിൻ്റെ ഇല എന്താ പറയാനില്ല, എല്ലാം നമുക്ക് പറ്റും. ഒരു ഇലയും കളയണ്ട നമ്മൾ തിന്നുന്ന ഒരു ഇലയും. പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഈ കാട്ടുചേന അതായത് ചോറ് വല്ലാതെ ചൊറിയും. പക്ഷേ ഞാനെല്ലാം ഇവിടെ വന്ന സമയത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. അമ്മ ഇങ്ങനെ പണിയെടുത്ത് എൻ്റെ മോന് 2.5 വയസ്സാകുമ്പോൾ മുതൽ ഞാൻ പണിക്ക് പോകാൻ തുടങ്ങിയതാണ്. അന്ന് മുതൽ പണിക്ക് പോകാൻ തുടങ്ങിയതാണ്. ഞാനൊരു വയറിഞ്ഞെന്തെങ്കിലും തിന്നിട്ടോ കുടിച്ചിട്ടോ ഉണ്ടെങ്കിൽ ഈ പണിക്ക് പോയെടുക്കുന്നത് കിട്ടുന്നതേ ഉണ്ടായിട്ടു. അങ്ങനെയാണ് അമ്മയെല്ലാം വയറിഞ്ഞിരിക്കുക. ഭക്ഷണം മറ്റേ വീട്ടിൽ നിന്ന് ദാരിദ്ര്യ കാലത്ത് ഒന്നും ഉണ്ടാവില്ല. ഇവിടെയൊന്നും അമ്മ ഈ പണിയെടുത്തതല്ലാണ്ട് നമുക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട്. അച്ഛൻ്റെയും അമ്മേരെന്ന് പറഞ്ഞാൽ എല്ലാം ബന്ധുക്കളാണെന്നല്ല. മരുവാനല്ലേ അച്ഛൻ്റെ മരുവാനല്ലേ കല്യാണം കഴിച്ചത്. അങ്ങനെ എല്ലാ ബന്ധുക്കൾക്കും ഇവിടെ എത്തിപ്പെടാനും നല്ല ഇതാണ്. മണക്കാട്ടേക്ക് പറഞ്ഞാൽ എല്ലാവരും എത്തും. ഒരു ദിവസവും ആളില്ലാത്ത ദിവസം ഉണ്ടാവില്ല. എല്ലാവരും വന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ വർത്തമാനം പറഞ്ഞ് ചിലവർ പോവുകയും ചെയ്യില്ല. വളരെ ദൂരമില്ലവരെല്ലാം ഉണ്ടെങ്കിൽ പോവില്ല. അങ്ങനെ ഇവിടെ വന്ന് ഇല്ലത് കുടിച്ച് അവർ സന്തോഷത്തോടെ പോവും. അങ്ങനെയുള്ളൊരു കാലമാണ് ഉണ്ടായത് നമുക്ക്. നമ്മൾ ഇങ്ങനെയൊന്നുമില്ല കഥ കുഞ്ഞക്കൊന്നും പറഞ്ഞു കൊടുക്കുകയും ചെയ്യില്ല. നമുക്കൊന്നിനും സമയമില്ലല്ലോ. നമുക്കിപ്പോൾ പിന്നെ പറഞ്ഞാൽ ഈ വളപ്പിൽ നമ്മൾ അത്രയും നന്നായിട്ട് നമ്മൾ എല്ലാം ഒരു വൃത്തിയാക്കുകയും എല്ലാം പറ്റുന്നതെല്ലാം നടുകയും എല്ലാം ചെയ്ത് വാഴ ഓരോ സ്ഥലത്തായിട്ട് നമ്മൾ വെക്കുകയും ഇതിപ്പോൾ സ്ഥലം ഉണ്ടല്ലോ. അത്ര മണ്ണിനൊരു ഗുണമില്ലാത്തതാണ്. എത്ര നമ്മൾ നോക്കിയാലും ഒരു നിലയരി എന്നെല്ലാം പറയുവാന് അടി തുറന്നിട്ട് ഇങ്ങനെ തിന്നുന്നത്. അതുകൊണ്ട് നമുക്കൊരു ഇതില്ല. ഈ സ്ഥലം ഇത്ര നല്ലതല്ല. അങ്ങനെ എന്ത് ഉണ്ടാവും വളവെല്ലാം ഇഷ്ടം പോലെ കാര്യമെല്ലാം നിറച്ചുള്ളതല്ലേ. എന്നാലും നമുക്കൊന്നും നമ്മൾ വിചാരിച്ച പോലെ കിട്ടും. പക്ഷേ കപ്പക്കായാലും ഉണ്ടാകും ഇഷ്ടം പോലെ. അതന്നെ മതിയല്ലോ ഒരു വീട്ടിലേക്ക് കറിക്ക്. കപ്പക്ക താളുമ്പോളായി. പക്ഷേ എനിക്കിതൊന്നും പറ്റാണ്ടായിപ്പോയി. അത് എനിക്ക് അറിയുന്നുമില്ലല്ലോ. നമ്മൾ നല്ലോണം കഴിക്കുമ്പോൾ എനിക്ക് കൂടി വരും കൊല്ലം. ഇപ്പോൾ ഇത്രയും കാലം എനിക്ക് ഒന്നിച്ച് തന്നെ ആ ശ്വാസം മുട്ടും നല്ലോണമായിട്ടുണ്ടായിനി. പക്ഷേ ഇതെല്ലാം ഈ കഴിക്കുന്നു. ഇതൊന്നും എനിക്ക് ഇപ്പം ഞാൻ കഴിക്കില്ല. ഇപ്പോൾ ഇതെല്ലാം പഠിച്ചു പോയി. എല്ലാം പഠിച്ചതുകൊണ്ട് ഇപ്പോൾ അലർജി കൂടിയിട്ടാണ് ഇപ്പം നല്ലോണം ആയിപ്പോയിനി. ഇപ്പം എനിക്കങ്ങനെ വർത്തമാനം പറയുമ്പോൾ ശ്വാസം മുട്ടൊന്നുമില്ല. ഇപ്പം എല്ലാം ശരിയായി. പോയതുമില്ല. പിന്നെ എല്ലാ വേവിലാതിരടക്കം അതങ്ങ് നമ്മൾ അത്ര കാര്യമാക്കിയില്ല. ഞാൻ ചെന്നോ കണ്ണിൻ്റെ പ്രശ്നമാണോ എപ്പം കണ്ണിങ്ങനെ വെള്ളം വരലും അങ്ങനെയെല്ലാം ഉണ്ടായിനി. ഇപ്പം അതെല്ലാം അലർജിയുടെ മരുന്നെല്ലാം കഴിച്ചു എല്ലാം ശരിയായി.
അല്ലെങ്കിൽ ഇത്ര വർത്താനമൊന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒരു കാലെടുത്ത് നോക്കുമ്പോൾ എനിക്ക് കതപ്പ് വരും. അപ്പോൾ അത് ശരിയായല്ല. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ചീര പോലത്തെ ഒരു കാടില്ലേ നമുക്ക്, ഇങ്ങനെ കാടിൽ നമ്മൾ കൃഷി ചെയ്യാത്ത, അതും നമുക്ക് നല്ല രുചിയാണ് തിന്നാം. പക്ഷെ അത് അധികം കഴിച്ചു നമുക്ക് എല്ലാ ഇലക്കറിയും ഒരുപാട് കഴിക്കാൻ പറ്റൂലല്ലോ. ഇത് വളരെ ലേശം മരുന്ന് പോലെ നമ്മൾ കഴിച്ചാൽ നമുക്ക് നല്ല ചുവപ്പ് കളറിലൊരു കാടുണ്ട് ഇവിടെയെല്ലാം. ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇപ്പം അങ്ങോട്ട് പുറത്തേക്ക് പോകണ്ടേ. തകരയെല്ലാം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിനി. പിന്നെ ഇപ്രാവശ്യം അതൊന്നുമില്ല. എന്നാൽ പറ്റിയെന്നറിയില്ല, മഴ അധികമായിട്ടോ ഇനി അതിങ്ങനെ ഒന്നിച്ച് കൂടി അങ്ങ് മുളക്കും. അങ്ങനെ ഉണ്ടാവില്ല തകരയെല്ലാം. പക്ഷേ അതിലത്രേ കഴിക്കണ്ടു. കഴിച്ചാൽ നല്ല മരുന്നിന് തുല്യമായി. അത് നമുക്ക് ആരോഗ്യത്തിന് നല്ലത്. അതുപോലെ കിട്ടുന്നവരെല്ലാം പണ്ടില്ലവർ പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുകയെല്ലാം ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു വഴി പോലും ഇല്ല. ഈ പറമ്പിൽ അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ തന്നെ ഒരു വഴിയില്ല. എന്നാൽ ഈ വണ്ടി എടുത്തിട്ടല്ലേ എല്ലാവരും പോകുന്നത്. റോഡ് മാത്രമേ ഉള്ളൂ, വഴിയില്ല. എവിടെ നോക്കിയാലും നമ്മളെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ തന്നെ നമ്മളെ പറമ്പ് കാണുന്നുണ്ടാവില്ല. ചേനയിൽ ഇപ്പോൾ ഇല പറിക്കാനായി, അതിൻ്റെ ഇല മുറിച്ചെടുത്ത് പറിക്കാനായി. ഇതൊന്നും എനിക്കിപ്പോൾ പറ്റൂല. ഈ വർഗ്ഗം ഒന്നും പറ്റാണ്ടായിപ്പോയി. സാരമില്ല, എന്നാലും ഇത്ര നല്ലോണം തിന്നല്ല. അതുകൊണ്ട് വീഡിയോ കാണുന്നതിനേക്കാൾ ഇങ്ങനെ പറയുന്നല്ലോ ഒരാളെങ്കിലും കേട്ടാൽ അത്ര ഒരു ഇതായി. നമ്മൾ കാട്ടുവായ ആയാലും, ഈ കാട്ടുവായ പറഞ്ഞ നമ്മൾ സോദരി മൈസൂർ എല്ലാം പറഞ്ഞ് അങ്ങനത്തെ ഇതെല്ലാം കണ്ടില്ലേ ആ വാഴയെല്ലാം. അതിനെ കൊണ്ടെല്ലാം ഒരുപാട് ഗുണമുണ്ട്. ഇങ്ങനെ ആയാലും കിട്ടിപ്പോയാലും കൊലച്ച് കിട്ടി നമുക്ക് അതിൻ്റെ കൂമ്പായി കാമ്പായി അതെല്ലാം കറി വെക്കാമല്ലോ. പിന്നെ പഴത്തിന് വേണമെങ്കിൽ പഴം പണ്ടങ്ങനെയാണ്. ഈ ഇഷ്ടം പോലെ വെക്കും, എല്ലാ വാഴയും വെക്കും. ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ ഞാൻ പോകും വളക്കൂട്ടയിലാണ് നിന്ന് കൊണ്ട്. വളക്കൂട്ടയിൽ നിറച്ചും ഈ പിന്നെ കാട്ടുവായയുടെ കൊലയും കൊണ്ട് കൊടുക്കും. ഓരോ പിടി കൊടുത്ത് നമുക്ക് വേണ്ടുന്ന സാധനം വാങ്ങി. അന്നല്ല അത്രയല്ലേ കിട്ടൂലൂ. എന്തെങ്കിലും വാങ്ങിയിട്ട് വരും. പറ്റില്ല പിന്നെ നമ്മളെ പത്രത്തിൻ്റെ പണീനെ കൊണ്ട് നമുക്കൊന്നും കിട്ടുമെന്നില്ല. നമുക്ക് അങ്ങോട്ട് കൊടുക്കും, നമുക്ക് കിട്ടിയും കൂടെ അങ്ങോട്ട് കൊടുക്കുന്നല്ലാണ്ട് നമ്മൾ ഈ പൈസ അടക്കാറ് അതിന് വേണ്ടിയാണല്ലോ നമ്മൾ ആകെ കളിക്കുന്നത്. ഇടിയില്ലേ നമ്മൾ ദാരിദ്ര്യം പിടിച്ച്. എന്നാലും എത്ര ദാരിദ്ര്യമായാലും എൻ്റെ മക്കൾക്ക് ഞാൻ ഇങ്ങനത്തെ എല്ലാം ആക്കിയിട്ട് കൊടുക്കും. നമ്മളെ വളപ്പിലില്ലേ ഇങ്ങനത്തെ എല്ലാം പച്ചക്കായോ പഴവും പിന്നെ അങ്ങനത്തെ എല്ലാം കൊടുക്കും. അങ്ങനെ വന്നവർക്കായാലും നമ്മൾ അരിയെ പീടിന്ന് മേടിക്കണ്ടു. ബാക്കിയെല്ലാം അത് ഞാൻ പണിക്ക് പോയിട്ട് കിട്ടുന്ന സമയത്തൊന്നും വേണ്ട, അല്ലാത്ത സമയത്തേ വേണ്ടു. ഇഷ്ടം പോലെ ഞാൻ പണിക്ക് പോയിട്ട് നെല്ലും എല്ലാം കൊണ്ടുവരും. അങ്ങനെ എല്ലാം നമ്മളെല്ലാം ജീവിതം. ഇന്നിപ്പോൾ ഇങ്ങനെ കിടക്കുമ്പം ഈ വീണേ പിന്നെ ഞാനിപ്പോൾ ഒരു വയ്യാതായ പിന്നെ ഒരു വിശ്രമകാലം ഉണ്ടായിന്. എന്നിട്ട് ഞാൻ ചെറുപ്പത്തിലേ 3.5 വയസ്സ് മുതലേ ആരുമില്ലാണ്ട് വളർന്നില്ല. ഇതെല്ലാം ഇനിയൊരാൾക്കും ഇങ്ങനത്തെ ഒന്നും ഒരു അനുഭവം ഉണ്ടാവില്ല. അങ്ങനെ എല്ലാവരും പഠിച്ച് വളർന്നു, എല്ലാം പഠിച്ചു. ജീവിതം എന്താണെന്നെല്ലാം പഠിച്ചിട്ട് ഇത്ര പോലെ ആയി. അത്രയെങ്കിലും ഞാൻ പറയുന്ന ആരെങ്കിലും ഒരാൾക്കെങ്കിലും ഇതിങ്ങനെ ആയിക്കോട്ടെ. ഇപ്പം ഇങ്ങനെ വയ്യാടായാലും നമ്മളെല്ലാം ഒരു 100 വയസ്സ് വരെ ജീവിച്ചതിലും അധികം നമ്മൾ ജീവിച്ചെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇതും കളയാതെ മഴയെങ്കിൽ മഴ വെയിലെങ്കിൽ വെയിൽ അങ്ങനെ പണിയെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ്. അല്ലാതിപ്പം ഇത്രയും കാലം ജീവിച്ചതും ഇത്ര സുഖമായിട്ട് ജീവിച്ചതുമല്ല. അല്ലെങ്കിൽ നമ്മളെല്ലാം മക്കളെല്ലാം എങ്ങനെ ആയിപ്പോട്ടേനു. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവരെ ഭർത്താക്കന്മാർ അവരങ്ങനെ നോക്കുക. പിന്നെ നമ്മൾ ഇവിടെ നിൽക്കുകയില്ല. അവർ അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് നല്ലതായിട്ട് കൈയിട്ട് അത്ര നമുക്ക് സന്തോഷിക്കാമല്ലോ. അങ്ങനെയല്ലാന്ന് പഴയ കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. ഇതെല്ലാം എല്ലാവരും കേൾക്കണം. ഇങ്ങനത്തെ എല്ലാം ഞാൻ എൻ്റെ വർത്താനെല്ലാം നമ്മളെ കണ്ണൂർ ഭാഷയല്ലേ. എന്നെ അറിയുന്നാക്കാൽ എൻ്റെ ഭാഷ അറിയാലോ. കുറേ നാളായിട്ടൊന്നും മിണ്ടാനേ എനിക്ക് കഴിയുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. ഇന്നലെ 2 ദിവസമായി. ഇപ്പോൾ കുറച്ച് ക്ഷീണം മാറിയിട്ട് കുറച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, കഞ്ഞിയെല്ലാം കുടിക്കാൻ തുടങ്ങി. ഒന്നും വേണ്ടാണ്ടായിന്, തീരെ ഭക്ഷണം വേണ്ടാണ്ട്. ഇപ്പം എന്തെങ്കിലും ആക്കിന് കാൽസ്യം വരാൻ അതിൻ്റെ ഗുളികയെല്ലാം കഴിക്കുന്നില്ല. പക്ഷേ മുത്താറിയോ അങ്ങനെയെല്ലാം കഴിച്ചാൽ കുറച്ച് നല്ലതാണെന്ന് പറയുന്നത്. അതെല്ലാം കഴിച്ച് നോക്കാൻ എത്ര ആയാലും പിന്നെയും ഇങ്ങനെ മാറി വരുന്നുണ്ട്. എല്ലാവരും ഒരു എന്തെന്നാ പറയേണ്ട ഒരു സ്നേഹം കിട്ടിയിട്ട് ഒന്നും എനിക്ക് പറയാൻ കഴിയില്ല. അങ്ങനെയല്ലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു വിഷമമില്ലാണ്ട് അങ്ങ് ജീവിച്ച് പോയാലേ നമ്മൾ താഴ്ന്നു പോയാൽ എല്ലാം പോയില്ലേ. നമ്മളെ പൂക്കളെല്ലാം ഒരു ജന്മം കൂടെ പുനർജന്മം തന്നത് ഈ പൂക്കളാണ്, മറക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ കൈവേദന കൊണ്ട് ഇനിയും കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാൻ, ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങാൻ അല്ലേ. ഇതെല്ലാം എല്ലാം എടുത്ത് കവറിലാക്കിയിട്ട് അങ്ങ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടാത്ത കുറച്ച് അല്ലേ. എന്തായാലും ഞാൻ ചെയ്യും. കൈക്ക് ഇടത് കൈയാണ് ഇപ്പം തീരെ, വലത്ത് കൈക്ക് കുറച്ച് വേദന കുറവുണ്ട്. ഇടത്ത് കൈ പൊന്തുന്നേ ഇല്ല, നല്ലാണ്ട് വേദനയുണ്ട്.
എക്സസൈസ് എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ 2 ദിവസമായിട്ട് രാത്രി ഉറങ്ങലുണ്ട് കുറേശ്ശെ. പിന്നെ വേദനയെല്ലാം കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. നടക്കുമ്പോൾ ഇപ്പം പ്രശ്നം, നടക്കാൻ പറ്റുന്നില്ല. ഒരു താല്പര്യം പോലെ ഇവിടെ ഒന്ന് ശരിയായാലേ കുറച്ച് ഇങ്ങനെ ആവട്ടെ. പിന്നെ ഞാൻ പൂക്കളെല്ലാം ഉണ്ടാക്കും, കുറേശ്ശായിട്ട് ആക്കാം. മറന്നുകൂടല്ല, നമുക്ക് ജീവൻ തന്നെ പൂവല്ലേ ഇത്. ശരി, എന്നാലിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അങ്ങനെ